ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ്. അപ്പം അമ്മ പൊതിച്ചോറ് കെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പൊതിച്ചോറാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഏട്ടന് വേണമെന്ന് അറിയത്തില്ല. അപ്പം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചൊരു വെറൈറ്റി ആയിട്ട് നമ്മളെന്നും ചോറ് വിളമ്പിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് കെട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ പോയിട്ട് ഞാൻ തിരിച്ച് വരും ഉച്ചയാകുമ്പോഴത്തേക്കിനും. അപ്പം പൊതിച്ചോറ് തുറന്ന് കഴിക്കാം. അപ്പോൾ ആ ഒരു സന്തോഷം, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഇല വെട്ടാം. അതിന് വേണ്ടിയിട്ടുള്ളത് ഇല വെട്ടാൻ പോവാം കേട്ടോ. അമ്മ ഇല വെട്ടാൻ വേണ്ടി അമ്മയുടെ പറമ്പിലാണ് പോകുന്നത്. നമുക്ക് വാഴയില്ലല്ലോ. അപ്പം അമ്മായിയുടെ പറമ്പിൽ പോയാണ് ഇല വെട്ടുന്നത്. നാളായി ഒരു ഇലപ്പോതി വേണം. പക്ഷേ ഞങ്ങൾ കുഞ്ഞുമോളറിയാം. ഇന്ന് എൻ്റെ അനിയത്തിയുടെ പേര് അജിത. കുഞ്ഞുമോളെ ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. അവൾ പറയും എന്നും അവൾ ഒരു ഇലപ്പോതി കെട്ടി വെക്കണേന്ന്. അത് സമയം കിട്ടത്തില്ല. ഇന്നിപ്പോൾ ഇലപ്പോതി കണ്ട് അവൾ ഇന്ന് എന്നെ കൊന്നു കുഴിച്ചു മൂടും. അന്നേരം അവളിപ്പം തിങ്കളാഴ്ച വരും, ചൊവ്വാഴ്ച വരുമെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ അവൾക്ക് ഇലപ്പോതി കെട്ടി വെക്കും. അല്ലെങ്കിൽ അവൾ എന്നെ ഒന്ന് കൊല്ലും. ഇന്നെന്ന് വെച്ചാൽ ഇലപ്പോതി കഴിച്ചു ഇവരിപ്പോൾ വീട്ടിൽ പോവുക. പിന്നെ ആ ഒരു ചോറ് വെന്തു. അന്ന് ഞാൻ പറഞ്ഞാൽ കെട്ടി വെച്ചിട്ട് പോവാം, തിരിച്ച് വരുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി, വിളമ്പാൻ നിൽക്കേണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇലപ്പൊതിയൊക്കെ കെട്ടട്ടെ. കണ്ടോ കയ്യിൽ ഇല ഇരിക്കുന്നത് കണ്ടോ? ഇലയും പിച്ചാത്തി ഇല വെട്ടിക്കൊണ്ട് വന്നതാണ്. എല്ലാവരും രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണോ? എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റും ഒക്കെ പറഞ്ഞ് ഞങ്ങളോട് അഭിപ്രായങ്ങൾ പറയണം. നല്ല അഭിപ്രായങ്ങൾ പറയണം. ചീത്ത അഭിപ്രായം പറയല്ലേ, പറഞ്ഞില്ലേ. ബാ, ഞാൻ ഇല വെട്ടിക്കൊണ്ട് വന്നു. ഞാൻ അതൊന്ന് വാട്ടിയെടുക്കട്ടെ. ഇല വാട്ടുന്നത് വെളിയിൽ ഗ്യാസിലൊന്നും വെച്ച് ഇല വെട്ടാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് കുഴപ്പമില്ലല്ലോ. ഇന്ന് ഞങ്ങൾ തകർക്ക് വന്ന് ഇലപ്പൊതി കെട്ടി. എന്നും ഇലപ്പൊതി കെട്ടുന്ന കാര്യം പറയും. അതുകൊണ്ടല്ല കേട്ടോ, ദൈവം പോകും കൂടെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറേ പണിയുണ്ടെന്ന്. ഇത് കെട്ടി വെച്ചിട്ടങ്ങ് പോവുകയാണെങ്കിലേ വരുമ്പോഴത്തേക്കിനും നല്ല സെറ്റായിട്ടിരിക്കും. എന്തോ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഇലപ്പൊതി കഴിക്കാനായിട്ട്. അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇലപ്പൊതിയായിട്ടല്ലല്ലോ കിട്ടുന്നത്, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനത്തിനകത്തല്ലേ. അതിനൊരു ടേസ്റ്റ് ഇല്ല. അതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ രുചിയുണ്ടോ ഇതൊക്കെ തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാകും. എൻ്റെ തന്നെ എനിക്ക് വയ്യ. നമുക്ക് നോക്കാമല്ലോ. പണ്ടൊക്കെ പണിക്കൊക്കെ പോകുമ്പോൾ അല്ലേ അമ്മയൊക്കെ പൊതിയൊക്കെ കെട്ടിക്കൊണ്ട് പോകണം. അമ്മ പൊതി കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾക്കും വേണമെന്ന് പറയും. എന്നിട്ട് അമ്മ ഞങ്ങൾക്ക് വീട്ടിൽ പൊതി കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ പൊതി ഞങ്ങൾ കഴിക്കും. അതൊക്കെ ഒരു നല്ലൊരു ഇതാണ്. അമ്മ പോകുമ്പോൾ അമ്മയുടെ കണ്ടത്തിൻ്റെ അവിടെ പോയിരുന്ന് കഴിക്കണമെന്ന് പറയും. എന്നാലും അമ്മ കെട്ടുന്ന കൂടെ ഇലയ്ക്കകത്ത് വേറെ ഞങ്ങൾക്കും കൂടെ കെട്ടിത്തരും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കണ്ടത്തിൻ്റെ അവിടെ പോയിരുന്ന് അമ്മ കഴിക്കുന്നതോടെ ഞങ്ങളും കഴിക്കും. ഒരു കാലമാണ് അതൊക്കെ. ഇപ്പം അതൊന്നും ഒരു ഓർമ്മയിൽ പോലും ഇല്ല. ഇപ്പം അമ്മമാരുടെ കയ്യിൽ നിന്ന് ഒരുള്ള ചോറുണ്ണാൻ പോലും നമുക്ക് ചില സമയത്ത് സാധിക്കത്തില്ല. പിന്നെയാ ഇലപ്പൊതി എല്ലാം പോയി എല്ലാം നല്ല പോലെ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വഴിയാ കാണിക്കാം അല്ലേ അമ്മ? ഇല വെട്ടിക്കൊണ്ട് വന്നു, വാട്ടി. ഇനി ഞാൻ ചോറെടുക്കാൻ പോവാം. രണ്ട് പത്ര പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇല വെച്ചു. വെള്ളച്ചോറാണ് നമ്മുടെ. വെള്ളച്ചോറായാലും ചുവലച്ചോറായാലും എന്നാലും കുറച്ച് തൈര് വേണം. ഇവിടെ വേണേൽ ഇച്ചിരി ഒഴിക്കാം അമ്മ. ഉപ്പിട്ടേക്കാം. ഞാനകത്ത് നമുക്കൊന്ന് വെച്ചിട്ട് വേണം വെക്കാൻ. കറി എന്ന് പറഞ്ഞാൽ വൻപയർ തോരൻ, പിന്നെ ഒരു നാരങ്ങാച്ചാറ് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഉണക്കമീന് വറുത്തത്, പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി, മാങ്ങായും കൊണ്ടൊരു സമ്മന്തി അരച്ചു. അതെ. പിന്നെ നമുക്ക് മുട്ട പൊരിച്ചത്. ഇത്രയുമാണ് ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ വിഭവങ്ങൾ. അതെ, പൊതിച്ചോറ് വിഭവം. പൊതിച്ചോറ് വെച്ച് കിട്ടുക. പൊതിച്ചോറ് കിട്ടും. ഞങ്ങളുടെ പൊതിച്ചോറ് കിട്ടി. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാകുള്ള പൊതിച്ചോറാണ്. ഇതുപോലെ ഞങ്ങൾ 3 എണ്ണം ഇപ്പം കിട്ടും. ഞങ്ങൾക്ക് 3 പേർക്ക്. അതെ, 4 പേരുണ്ട്. പക്ഷേ ഒരാൾക്ക് ചോറ് വേണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് പൊതിച്ചോറ് വേണ്ടാത്ത ഞങ്ങൾ 3 എണ്ണം കിട്ടുന്നുള്ളൂ. ഒരാൾക്ക് വേണ്ടാത്തൊക്കെ ഞങ്ങൾ പാത്രത്തിൽ കൊടുത്തിരിക്കും. അത് കെട്ടിയേ. അങ്ങനെ ഞങ്ങളുടെ പൊതിച്ചോറ് 3 എണ്ണം ഞങ്ങൾ കെട്ടിവെച്ചു. ഇനിയിപ്പം ദേവും കൊച്ചും അവനും കൂടെ രണ്ടും കൂടെ വീട്ടിൽ പോവാണ്. അവരുടെ വീട്ടിൽ പോവാണ്. പോയിട്ട് അവർ വരുമ്പോൾ ഉച്ചയാവും. അന്നേരം ഇത് പെട്ടെന്ന് കഴിച്ചാൽ മതിയല്ലോ.
അല്ല പിന്നെ എനിക്കെന്താ പിന്നെ അതിനിടയ്ക്ക് അപ്പോഴത്തേനും ഇത് സെറ്റ് ആവത്തുള്ളൂ. ഇതിനകത്തെല്ലാം ഇരുന്നും മണമൊക്കെ പിടിച്ച് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന നേരത്ത് കാണിക്കാൻ. എല്ലാവരും തന്നെ വലിയ വീഡിയോ കാണണം. ഇങ്ങനെ ഞങ്ങൾ ഒരുങ്ങി തേണ്ട ഏട്ടൻ അമ്മയാണ്ട് കുഞ്ഞായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് ഇവിടെ കുറേ പരിപാടി ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കാറില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. പരിപാടിയേ ഉള്ളൂ. അപ്പം ഞാനും കുഞ്ഞും ഏട്ടനും കൂടെ എൻ്റെ വീട് വരെ പോയി അച്ഛനും അമ്മയൊന്ന് കണ്ട് കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണിച്ച് വരാം. അങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം അവർക്ക് വരാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് അച്ഛനെയും അമ്മയൊക്കെ കാണിക്കും. ഒരുപാട് പേര് ചോദിച്ചു ദേവുവിൻ്റെ വീട്ടുകാരെ എന്നെ കാണിക്കാച്ച, ദേവു വീട്ടിൽ പോകുന്നില്ലേ, ദേവു എന്നെ വീട്ടിൽ പോകാത്ത എന്നൊക്കെ ഒത്തിരി കമൻ്റ് ഉണ്ട്. ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അതേ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അമ്മയും അച്ഛനെയും കാണിച്ചു തരാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് പൊതിച്ചോറ് കഴിക്കണ്ടേ. അപ്പം പോയിട്ട് വരാം. അപ്പൂപ്പ ഛർദ്ദിച്ചു കിടക്കുക. അപ്പൂപ്പ ഛർദ്ദിച്ചു കിടക്കുക. അപ്പൂപ്പ ഛർദ്ദിച്ചു കിടക്കാന്ന്. അപ്പൂപ്പ ഛർദ്ദിച്ചു കിടക്കുവാന്ന്. ഒരു തക്കില്, ഒരു പഞ്ചാര്. കൈകൊട്ട് അപ്പം തിന്നാൻ കൈകൊട്ട്. കൈകൊട്ടുണ്ണി കൈകൊട്ട് അപ്പം തിന്നാൻ കൈകൊട്ട്. കൈകൊട്ടുണ്ണി കൈകൊട്ട് അപ്പം തിന്നാൻ കൈകൊട്ട്. ഇതാണ് ദേവുവിന്റെ അമ്മ. ദേവുവിന്റെ അമ്മയെ കാണണം. അമ്മ കാണുന്നു. അങ്ങോട്ട് നോക്കിയമ്മ. ദേവുവിന്റെ അമ്മ ഏതായാലും ഹായ് പറഞ്ഞു. ഹായ് ഹായ് ആണ് അമ്മ. അച്ഛന് സുഖമില്ലാതെ മേളിലിരിക്കുവാണ്. കൈകൊട്ടടാ. കൈകൊട്ടുണ്ണി കൈകൊട്ട് അപ്പം തിന്നാൻ കൈകൊട്ട്. കൈകൊട്ടുണ്ണി കൈകൊട്ട് അപ്പം തിന്നാൻ കൈകൊട്ട്. നിമിത്ത് വിടിയടാ. കൈകൊട്ടുണ്ണി വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. കുഞ്ഞാപ്പി ഉറക്കമായി. രണ്ട് തൊട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. നല്ല ഉറക്കമാണ്. വണ്ടിയിലിരുന്ന് അവൻ ഉറങ്ങിപ്പോയി ബൈക്കിലിരുന്നിട്ട്. ഇനിയിപ്പോൾ അമ്മ അതേ കുളിച്ചുകൊണ്ടിരിക്കും. ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഇനി ചോറ് കഴിക്കാൻ. നമ്മുടെ പൊതിച്ചോറ് കഴിക്കണ്ടേ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പം പറയാം കേട്ടോ. ഹലോ, അങ്ങനെ ഉച്ചയായി. നമ്മുടെ പൊതിച്ചോറ് നമുക്കൊന്ന് അഴിച്ചാലോ. 2 മണിയായി. വെളിയിരുന്ന ഉണ്ടെന്ന കണ്ടോ. പൊതിച്ചോറ് അഴിക്കുക ഞങ്ങളത്. ഒരു മണമൊക്കെ വരുന്നുണ്ട്. സൂപ്പർ, അടിപൊളി, എല്ലാം സെറ്റായി ഇരിക്കുവാണ്. കണ്ടോ. ഞങ്ങൾക്ക് വീട്ടപ്പെട്ടേ. ഇന്നത്തെ സൂപ്പറാന്ന്. അമ്മ കഴിച്ചു നോക്കുവാണ്. കൊറേ നാള് കൂടിയാണ് പുതിയ കഴിക്കുന്നത്. ഇത്ര ദിവസം ഉണ്ടാവുന്നല്ല. നല്ല സൂപ്പർ മണമൊക്കെ ഉണ്ട്. ശരി, അടിപൊളിയായിട്ടുണ്ട്. വായിന്ന് വെള്ളം വരുന്നു എനിക്ക്. അതുകൊണ്ട് എല്ലാവരും ഇതൊരു വീട്ടിൽ ഇലയൊക്കെ പോയി ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു മാറ്റമൊക്കെ വേണ്ടേ. അതെ, രാവിലെ ഒരു ഇല വെട്ടി അത് പൊഞ്ഞിട്ട് വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വെച്ച് കഴിക്കുക. ഇനി ഇതിന് 100 കമന്റ് വരും, അത് വേറെ കാര്യം. അതൊക്കെ ഞങ്ങൾ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. എൻ്റെ ഇവിടെ ഒരാള് കേശുകുഞ്ഞ് ഓടി വരുമോ ചോറുണ്ണാൻ വേണ്ടി. അതുകൊണ്ട് ഇനി എല്ലാവരും ചോറൊക്കെ കൊണ്ട് ഞങ്ങൾ ഉണ്ണട്ടെ. ഞങ്ങളുടെ അച്ഛനും എന്ത് സന്തോഷം. ഇതാ ഞങ്ങളുടെ സന്തോഷം. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഞങ്ങൾ അഹങ്കാരം ഒന്നും കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷം തോന്നി ഞായറാഴ്ച എല്ലാവരും പൊതി കെട്ടി ഉണ്ണാവുന്നേ. ഞങ്ങളുടെ കുഞ്ഞാപ്പി ആണ്ട് കരഞ്ഞു കണ്ടു. ചുറ്റാൻ കൂടെ വേണമായിരുന്നു. അതെ, അയ്യോ അവിടെ പൊതി കെട്ടിന്ന് അറിയുമ്പോഴാ കുഞ്ഞു തന്നെ എടുത്തേ. അച്ഛൻ കണ്ട് എടുത്തു. നല്ല പണിനെ നല്ല പണിനെ തരാ പൊന്നെ അമ്മാമൻ തരാമല്ലോ. അപ്പൊ നിറയട്ടെ. പെട്ടെന്ന് തരാൻ. എന്നിട്ട് പൊങ്ങി വന്നപ്പോ മടിയുന്നേ. നിങ്ങളും പോയി ചോറൊക്കെ കഴിക്ക്. ആരെങ്കിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് പൂച്ചോറ് കഴിക്കാം. ഓടി വായോ. ചോറിനാ അതെ.